വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ 5th മന്തിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ആ ഒരു ദിവസം നടന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. രാവിലെ ഒരു 7 മണിയൊക്കെ അപ്പോൾ എണീറ്റ് വന്നിട്ട് അമ്മയുടെ അങ്ങോട്ട് ചോക്കോനെ പറഞ്ഞു കേട്ടോ. അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു ചോക്കോനെ കൊണ്ടുപോകാനായിട്ട്. കാരണം ആൾക്കാരൊക്കെ വരുന്നുണ്ട്, പിന്നെ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കുന്നതുകൊണ്ട് ചോക്കോനെ അമ്മയുടെ വീട്ടിലോട്ടാക്കി. ഇന്നലെ ഒരു പരിപാടി ഉണ്ടായിരുന്നുണ്ട്. പോയിട്ട് വന്നപ്പോൾ ഏകദേശം ഒരു 11:30 ആയി. പിന്നെ ഉറങ്ങാൻ തന്നെ ഏകദേശം 1 മണിയായിട്ടോ. അപ്പോൾ അതിൻ്റെ നല്ല ക്ഷീണം മുഖത്ത് കാണുന്നുണ്ട്. അത് മാത്രമല്ല ഇന്നലെ നല്ല ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ സമയം വെയിലത്തായിരുന്നു കേട്ടോ. അതിൻ്റെ വ്ളോഗ് ഞാൻ പിന്നെ പോസ്റ്റ് ചെയ്യാം എന്തായാലും. അതുകൊണ്ട് ആകെ ടാൻ അടിച്ച് ഇങ്ങനെ കറുത്ത് ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ് ഫേസ്. അങ്ങനെ എണീറ്റൊന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞാൻ ഡ്രസ്സ് എടുത്ത് വെച്ചോട്ടെ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഇടുന്നത്. ഈ ഒരു നേരിത് ഞാൻ കുറച്ച് ദിവസം മുന്നേ എൻ്റെ ഒരു അമ്മയുടെ വീട്ടിനടുത്തുള്ളൊരു ചേച്ചിയുടെ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മാച്ച് കളർ തന്നെയാണ് അരതന്നെ ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കളർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇത് എടുത്തത്. നമുക്കിനി കുറച്ച് പരിപാടികളുണ്ട്, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം. ഓൾറെഡി ഇന്നലെ ഞാൻ എല്ലാം നല്ല ക്ലീൻ ചെയ്തിട്ടതാണ്. ജസ്റ്റ് എന്നാലും ഒന്ന് ക്ലീൻ ചെയ്യാം. ഈ ഒരു നേരിയത് മുന്നേ ഞാൻ വള തപ്പി കുറേ പേരെടുത്ത് പറഞ്ഞു ഇത് അരന്നട്ടം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ഇതൊരു വയലറ്റ് കളർ പോലെ ആയപ്പോൾ ഞാൻ എല്ലായിടത്തും പറഞ്ഞാണ് റോയൽ ബ്ലൂ എന്ന്. പക്ഷെ അവർ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ വേറെ കളറെ. ഇത് പിന്നെ രണ്ടാമത്തെ അപർണയെടുത്ത് പറഞ്ഞ് വാങ്ങിപ്പിച്ചാണ്. ഇത് ഏകദേശം കറക്റ്റ് ആയിട്ടോ. പക്ഷെ എൻ്റെ അളവല്ല അവർ വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഞാൻ അളവ് വരെ കൊടുത്താണ് കേട്ടോ. എന്നിട്ടും തെറ്റിച്ചാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. ബാക്കി പരിപാടികൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ ഒരു നേരിതിൻ്റെ പ്ലീറ്റ് എടുത്ത് വെക്കാനാണ് പോയത്. കാരണം ഇനി അങ്ങോട്ട് തിരക്കൊക്കെ ആയിരിക്കും. പിന്നെ ഇത് എടുക്കാൻ മറന്നു, പിന്നെ ഒരു നീറ്റ്നെസ് ഇല്ലാതിരിക്കും. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഈ ഒരു പ്ലീറ്റാണ് എടുത്തത്. എൻ്റെ ഇൻഷോട്ട് ആപ്പിന് എന്തോ ഒരു പ്രശ്നം പറ്റി. അതിന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ല വീഡിയോ. കുറേ ദിവസം കൊണ്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത് പോസ്റ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ എനിക്ക് ആവശ്യമുള്ള രീതിക്ക് ഞാൻ ഈ ഒരു പല്ലു പ്ലീറ്റ്സ് എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ബാക്കി പ്ലീറ്റ്സ് ഒക്കെ എടുക്കാം കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ബ്രൈഡൽ വർക്കിന് പോകുമ്പോൾ നമുക്ക് കൂടെ സഹായിക്കാനൊന്നും ആരും കാണൂല. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ബ്രൈഡിൻ്റെ സാരിയുടെ പ്ലീറ്റ് ഒക്കെ എടുക്കുന്നത്. ഒന്നെങ്കിൽ അലമാരയിൽ ഇങ്ങനെ വെക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ കബോർഡോ അല്ലെങ്കിൽ ജനലോ എവിടെ കിട്ടിയാലും ഇതുപോലെ വെച്ചിട്ട് അതൊന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സ്ഥലം വരെ പ്ലീറ്റ് എടുക്കും. ഇത് എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. എൻ്റെ ഈ ഒരു പല്ലുവിന് നീളം കുറവാണ് കേട്ടോ. അത് ഞാൻ അറിഞ്ഞില്ല. ഞാനിത് തുറന്നതേ ഇല്ല കേട്ടോ. ആ സമയത്ത് പൊട്ടിച്ചാൽ പറ്റുന്നതാണ്. തുറന്നൊന്നും നോക്കിയില്ല. വാങ്ങിച്ചിട്ട് തുറന്നു പോലും നോക്കാതെ അങ്ങനെ കൊണ്ടുവച്ചുകൊണ്ട് നല്ലൊരു പണിയാണ് എനിക്ക് കിട്ടിയത്. കാരണം ഒരിടത്തും എത്തുന്നുണ്ടായിരുന്നില്ല. വയറും കൂടെ ഉള്ളതുകൊണ്ട് ഒട്ടും എത്തുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നോർമലിനെയും കാട്ടിലും വളരെ കുറവായിരുന്നു എല്ലാം. പിന്നെ ഞാൻ വലിയ കാര്യമൊക്കെ അതിന് എടുക്കാൻ നിന്നില്ല. പിന്നെ പോട്ടേന്ന് വിചാരിച്ചു. പിന്നെ നേരെ വന്നിട്ട് ബാക്കി ക്ലീൻ ചെയ്തു കേട്ടോ. ജസ്റ്റ് ഒന്ന് എല്ലാം ക്ലീൻ ചെയ്തു, ഒന്ന് തുടച്ചു. പിന്നെ കുറച്ച് ശാമ്പ്രാണിയൊക്കെ ഒന്ന് കാണിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഉണ്ണി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ണി വന്നിട്ട് എനിക്ക് സോഫയൊക്കെ ക്ലീൻ ചെയ്ത് തന്നു, മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തന്നു കേട്ടോ. പിന്നെ ഞാൻ നേരെ പോയി കുളിച്ചിട്ട് മുടിയൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ട് നേരെ റെഡി ആവാനാണ് പോയത്. രാവിലെ ഒരു ഫേസ് പാക്ക് ഒക്കെ ഇടണം എന്നാണ് വിചാരിച്ചത്. പിന്നെ സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യാൻ നിന്നില്ല. കാരണം ടാൻ അടിച്ചുകൊണ്ട് നല്ല രീതിക്ക് ഒരു ഡൾനെസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മേക്കപ്പിൽ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അതൊന്നും ചെയ്തില്ല. പിന്നെ ആരും തന്നെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ ഇടുന്നത്. നിങ്ങൾക്ക് ഏത് വേണോ യൂസ് ചെയ്യാം. ഞാനിവിടെ എംബ്രലൈസിൻ്റെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നോർമലി ഞാൻ പോൺസിൻ്റെ ലൈറ്റ് ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. അത് കാണാത്തതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. അതിനുശേഷം ഈ ഒരു ടിൻറ്റഡ് ഫൗണ്ടേഷനാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്തത്. ഇത് ഫിറ്റ്മീഡതാണ്. എൻ്റെ ബ്രൈറ്റ്സിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ നൈക്കയിൽ ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. അപ്പോൾ എൻ്റെ ചെറിയൊരു ലൈറ്റ് ഷെയ്ഡാണ്, പക്ഷേ ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും. പിന്നെ ഈ ഇട്ട ഫൗണ്ടേഷനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ട്രാൻസ്ലൂസൻ പൗഡർ എടുത്തിട്ട് ഫേസ് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നോർമൽ സെറ്റിംഗ് പൗഡറിനെക്കാട്ടിൽ കുറച്ചുകൂടെ തിന്നാണ് കേട്ടോ ഈ ഒരു ട്രാൻസ്ലൂസൻ പൗഡർ എന്ന് പറയുന്നത്. പിന്നെ നേരെ ഐബ്രോസ് ആണ് കേട്ടോ ഫില്ല് ചെയ്ത് കൊടുത്തത്. ഇത് ഞാൻ എപ്പോഴോ വാങ്ങിച്ചൊരു ഡാസ്ലറിൻ്റെ ഐബ്രോ പെൻസിലാണ് കേട്ടോ, നല്ലതാണ്. പിന്നെ അതിനുശേഷം ഐ ഷാഡോണ് ഇട്ടത്. ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ, വേറെ കൂടുതലൊന്നും ചെയ്തില്ല. ബ്രൗൺ ഷെയ്ഡ് മാത്രമാണ് യൂസ് ചെയ്തത്. ഗ്ലിറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഞാൻ റീസെൻ്റ്ലി വാങ്ങിച്ചൊരു ഐ ഷാഡോ പാലറ്റാണ് കേട്ടോ. ബ്രൈറ്റ്സിന് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് നോക്കിയത്. കാരണം എൻ്റെ കളേഴ്സ് എല്ലാം ഓക്കെ ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം നേരെ ഐലൈനറാണ് കേട്ടോ. ഇത് മേബിലിൻ്റെ ആണ് ഐലൈനർ. നമ്മുടെ നോർമൽ യെല്ലോ ബോട്ടിലുണ്ടല്ലോ അതിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഐലൈനറൊക്കെ എഴുതി. നോർമലി ഞാൻ മേളിൽ മാത്രമാണ് എഴുതുന്നത്, മുകളിൽ എഴുതാറില്ല. ജസ്റ്റ് ഒന്ന് ഐ ഷാഡോ ഇട്ടിട്ട് മസ്കാര അപ്ലൈ ചെയ്യാറാണ് എപ്പോഴും ചെയ്യണത്. പക്ഷേ ഇന്നൊരു ട്രഡീഷണൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് താഴെ മുകളിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഉണ്ണി എൻ്റെ കൂടെ റെഡിയാവുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കേട്ടോ. പിന്നെ നല്ല രീതിക്ക് ഞാൻ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇതൊരു സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ലൈനറാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലിപ് ലൈനറാണ് ഇതിൻ്റെ മാസിൻ്റെ. നല്ല അടിപൊളിയാണ്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ മേക്കപ്പ് എല്ലാം കംപ്ലീറ്റ് ആയി. പൊട്ടും കുങ്കുമൊക്കെ വെച്ചാൽ മതി. അതിനുശേഷം ഈ ഒരു കമ്മലാണ് കേട്ടോ ഞാൻ ഇട്ടത്. ഇതെൻ്റെ ഒരു ക്ലയൻറ്റ് ഗിഫ്റ്റ് ചെയ്തതാണ് കഴിഞ്ഞ ഓണത്തിന് എനിക്ക്. ഞാൻ റെഡി ആയിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ അതിൻ്റെ അച്ഛനും അമ്മയും അപർണയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ഞാൻ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തു. പിന്നെ പൊട്ടും കുങ്കുമം എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ റെഡിയായി കഴിഞ്ഞിട്ടും ഈ മാഡം ഇവിടെ റെഡി ആയിട്ടില്ല. എന്നെക്കാട്ടിലും മുന്നേ റെഡി ആവാൻ തുടങ്ങിയാണ് കേട്ടോ ഉണ്ണി. എന്നിട്ട് റെഡി ആയില്ല. അപ്പോൾ ഗോപുവും അപർണയും നമ്മുടെ അപ്പുക്കുട്ടനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ 3 പേരും നല്ല ടാൻ അടിച്ച് കറുത്തിരിപ്പുണ്ട്. അതാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉണ്ണിക്ക് മാത്രം പ്രത്യേകിച്ച് ടാനൊന്നും ഏറ്റില്ല എന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് 3 പേർക്ക് ആ ഒരു ഡൾനെസ് ഉണ്ട്. പിന്നെ ഞാൻ മേക്കപ്പ് ഇട്ടുകൊണ്ട് വലുതായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. അരന്തന്നെ കൊണ്ട് ഞാൻ രാവിലെയാണ് പൂ വാങ്ങിപ്പിച്ചത് കേട്ടോ. കുറേ വാങ്ങിച്ചിട്ട് ഇങ്ങനെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക്. സാരിയൊക്കെ ഞാൻ സ്വന്തമായിട്ടാണ് ഉടുത്തത്. ഈ ഒരു നേരിയതുമുണ്ട് താഴെയും മുകളിലും എല്ലാം ഞാൻ സ്വന്തമായിട്ടാണ് ഉടുത്തത്. പിന്നെ അപർണയും ഗോപയൊക്കെ ഒരു മാലയും കൂടി ഇടാൻ പറഞ്ഞു. പിന്നെ ഞാൻ വേറൊരു മാലയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം സമയമായില്ല കേട്ടോ, ഏകദേശം ഒരു 10:30 ആയതേ ഉള്ളൂ. പിന്നെ ഒരുപാട് സമയമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഉണ്ണി ആദ്യം മുടിയൊക്കെ കെട്ടി പൂവൊക്കെ വെച്ചാണ് കേട്ടോ. പിന്നെ അതൊന്നും കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് ഫുള്ളായിട്ട് അങ്ങ് പിരിത്തിട്ടു. ഇത് ചെറിയൊരു ഫംഗ്ഷനാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ വെച്ച് നടത്തുന്ന വളരെ
വളരെ ചെറിയൊരു ഫംഗ്ഷനാണ്. അരന്തൻ്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും പിന്നെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള പ്രായമായ അമ്മൂമ്മമാരെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ അങ്ങനെ ആരെയില്ല. പിന്നെ ഫുഡ് കഴിക്കാൻ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞായിട്ടുള്ളൊരു ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. അധികം അങ്ങനെ റിലേറ്റീവ്സും അങ്ങനെ ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇനി ഒരു 7th month ഒക്കെ ആകുമ്പോൾ നമ്മൾ എല്ലാവരെയും വിളിക്കും. അതുകൊണ്ട് ഇപ്പം ചെറുതായിട്ടൊന്ന് നടത്തിയതാണ് കേട്ടോ ഈ ഒരു ഫംഗ്ഷൻ. പിന്നെ ഇതിൽ കുറേ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ചെറുക്കൻ്റെ വീട്ടിൽ വെച്ചിട്ട് അവിടെ നിന്നാണ് തരേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് സംഭവം. പിന്നെ ഞാൻ അരന്തന്നെ സെപ്പറേറ്റ് താമസിക്കുന്നുണ്ട്. പിന്നെ അരന്തണ്ണം എനിക്കൊരു ആഗ്രഹം, നമ്മുടെ കുഞ്ഞിൻ്റെ ആദ്യത്തെ ഒരു ഇത് നമ്മുടെ വീട്ടിൽ വെച്ച് നടത്തണം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് കേട്ടോ ഇവിടെ എല്ലാവരെയും വിളിച്ചിട്ട് നമ്മൾ ഇവിടെ വെച്ച് തന്നെ നടത്തിയത്. നമ്മൾ കർക്കിടകത്തിലാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ഒപ്പീനിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കർക്കിടകത്തിൽ അങ്ങനെ നടത്തൂല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ നേരെ അമ്പലത്തിൽ പോയിട്ട് പോറ്റീനോട് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു അങ്ങനെ നടത്തുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല, ഇതൊന്നും നമ്മളങ്ങനെ വിചാരിച്ച് വെച്ചിട്ട് വരുന്നതല്ലല്ലോ, അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കർക്കിടകത്തിൽ നടത്തിയത്. കാരണം കർക്കിടകം കഴിയുമ്പോൾ എനിക്ക് പിന്നെ 6th month സ്റ്റാർട്ടാകും. പിന്നെ ബ്രൈഡൽ വർക്ക്സ് എല്ലാത്തിനും കൊണ്ട് ബിസി ആയിരിക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനും ടയേർഡായി പോകുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ വെച്ചത്. ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്തപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു 5th month ഇങ്ങനെ സെറിമണി ആയിട്ട് നടത്തുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. നമ്മുടെ ഇവിടെയൊക്കെ 5 മാസവും 7 മാസവും ഇങ്ങനെ നടത്താറുണ്ട് കേട്ടോ. ഇങ്ങനെ 5 പലഹാരങ്ങൾ, 5 മാസം ആയതുകൊണ്ട് 5 പലഹാരങ്ങൾ ഇങ്ങനെ 2 പേരെ ഇരുത്തിയിട്ട് 2 പേർക്കും വായിൽ വെച്ച് കൊടുക്കും. ഈ ഓരോ പലഹാരങ്ങളും എല്ലാവരും വെച്ച് കൊടുക്കട്ടോ, മൂത്തവരും എല്ലാവരും വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചടങ്ങിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇതെല്ലാം വെച്ചതും എല്ലാം അമ്മയും അമ്മൂമ്മയൊക്കെ ചേർന്നിട്ടാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊരു 5 മാസത്തെ ചടങ്ങിന് പോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇത് വലുതായിട്ട് എന്താണെന്ന് അറിഞ്ഞില്ല, ഇങ്ങനെ എന്തൊക്കെയാണ് വയ്ക്കണേന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു 11 മണിയൊക്കെ അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചടങ്ങൊക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യം തന്നെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് പിന്നെ 2 പേര് ഇരുത്തിയിട്ട് ആദ്യം അരന്തൻ്റെ വീട്ടിലെല്ലാവരും കൊടുക്കും. അതിനുശേഷം എൻ്റെ വീട്ടിലുള്ളവർ കൊടുത്തതിന് ശേഷം ബാക്കി വന്ന എല്ലാവരും ഇങ്ങനെ പലഹാരങ്ങൾ തരും. എനിക്ക് ഈ സാരിയെ കൊടുത്ത് പൂവൊക്കെ വെച്ച് കുറച്ച് ഹെവി ആയിട്ട് തോന്നുന്നുണ്ട് തന്നെ. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കിങ്ങനെ ശ്വാസം മുട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ബാക്കി വിളക്കൊക്കെ അരന്തണ്ണാണ് കത്തിച്ചത്. ഞാനൊരു 2 തിരി കത്തിച്ചിട്ട് പിന്നെ ബാക്കി എല്ലാം അരന്തണ്ണാണ് കത്തിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം അരന്തൻ്റെ അമ്മയാണ് തന്ന് നമുക്ക് തുടങ്ങിയത്. അതിനുശേഷം പിന്നെ അപർണ, പിന്നെ അരന്തൻ്റെ അച്ഛൻ, പിന്നെ എൻ്റെ അച്ഛൻ, അമ്മ, ഉണ്ണി, പിന്നെ നമ്മുടെ അമ്മൂമ്മമാർ, ചേച്ചിമാർ, അങ്ങനെയാണ് കേട്ടോ ഇത് പൊക്കോണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അരന്തൻ്റെ അച്ഛനും അമ്മയ്ക്കാണ്. അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. കാരണം അവരെപ്പോഴും വരുമ്പോഴും ചോദിക്കും ഇനി ഒരു കുഞ്ഞൊക്കെ വേണം, 5 വർഷമൊക്കെ ആവാൻ പോകുന്നു, ഇനി വേണം, ഇനി നിങ്ങളിങ്ങനെ നടക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും പറയും കേട്ടോ. അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. സത്യം പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ കാത്തിരിക്കാനായിട്ട് എപ്പോൾ കിട്ടും എന്നുള്ള രീതിയിലാണ് 2 പേരും കാത്തിരിക്കുന്നത്. ഈ വർഷം സ്റ്റാർട്ടായപ്പോൾ തന്നെ അരന്തൻ്റെ ഞാൻ ആകെ പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് ഈ വർഷം തന്നെ എന്തായാലും ഒരു കുഞ്ഞ് വേണം. കാരണം അരന്തണ്ണ ഓൾമോസ്റ്റ് ഈ വർഷം 30 ആവും. എനിക്കിനി ഒരു 5-6 വർഷമുണ്ട്. എന്നാലും വയസ്സിൻ്റെതല്ല, എന്നാലും എനിക്ക് മെൻ്റലിയും ഫിസിക്കലൊക്കെ ഒരു കുഞ്ഞിനെ വളർത്താം എന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അരന്തണ്ണൻ പറഞ്ഞു ഈ ഒരു വർഷം കൂടെ പോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനും ആ ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പ്രഗ്നൻ്റ് ആയത്. എനിക്ക് ഏപ്രിലിൽ ഫുള്ള് ബ്രൈഡൽ വർക്ക്സ് ആയിരുന്നു കേട്ടോ. കാരണം ഫുൾ ബിസി ആയിരുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ കുറേ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് April 22 ആണ് കേട്ടോ. തലേ ദിവസം സിയോടെ കല്യാണമാണ്. ഞാനും സാധനം കൂടെ വണ്ടിയിൽ ഫുൾ ഗട്ടറിലൊക്കെയാണ് പൊക്കോണ്ടത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം പിറ്റേ ദിവസമായിട്ടും പീരിയഡ്സ് ആവുന്നില്ല. വയറ് വേദന, ജസ്റ്റ് ഒരു ക്രാംസ് ഒക്കെ വരണുണ്ട്. പക്ഷേ പീരിയഡ്സ് ആവാതെ ജസ്റ്റ് ചുമ്മാ ഒന്ന് നോക്കി നോക്കാം, എന്തായാലും അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ചുമ്മാ നോക്കിയപ്പോഴാണ് ഇങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞത്. സത്യം പറഞ്ഞാൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും എന്നുള്ളൊരു ഇതിലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. പിന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരുന്നത്, ഞാൻ കല്യാണം കഴിഞ്ഞൊരു 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മ, ഇതാണ് എൻ്റെ അച്ഛൻ്റെ അമ്മ. അച്ഛൻ്റെ അമ്മയാണ് ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇതിന് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഓരോ കാര്യങ്ങളിങ്ങനെ വാഗ്ദാനങ്ങൾ ചെയ്യും, ഞാൻ ഇത് തരാം അത് തരാം, നീ ഈ വർഷം പ്രസവിക്കുന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് അച്ഛമ്മയ്ക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഇനി കുഞ്ഞ് ജനിക്കാൻ പറയാം എവിടെയൊക്കെ നേർച്ചിട്ടിട്ടുണ്ട്, എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന്. അച്ഛമ്മ ഭയങ്കര ഹാപ്പിയായിരുന്നു. വിളിച്ച് പറഞ്ഞപ്പോഴും ഭയങ്കര സന്തോഷമായിരുന്നു അച്ഛമ്മയ്ക്ക്. എൻ്റെ അടുത്ത് ഇതുവരെ ഈ ഒരു കാര്യത്തിനെ പറ്റി ചോദിക്കാത്ത ഒരേ ഒരാൾ അച്ഛനാണ് കേട്ടോ. കാരണം എന്തിത്ര താമസിക്കണം അങ്ങനെ ഒന്നും അച്ഛൻ ചോദിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇന്ന് വരെ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചിട്ടില്ല. അമ്മ എന്തെങ്കിലും ഇങ്ങനെ എന്നെ വഴക്കൊക്കെ പറയുമ്പോൾ അച്ഛൻ പറയാം അതൊക്കെ ഓരോരുത്തരുടെ ഇതാണ്, ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അതൊക്കെ ആ സമയമാകുമ്പോൾ നടന്നോളൂ, നീ അതിനൊന്നും ഇതാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അമ്മേനെ വഴക്ക് പറയും. ഇതുവരെ അച്ഛൻ ചോദിച്ചിട്ടില്ല. ചിലപ്പോൾ എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അച്ഛൻ എന്നെ ചോദിച്ചിട്ടേ ഇല്ല. പക്ഷേ അച്ഛന് ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനെ എൻ്റെ കുഞ്ഞിനെ കാണണമെന്നൊക്കെ ഉള്ളത്. ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അത് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമെങ്കിലും എന്നെ അങ്ങനെ ഫോഴ്സ് ചെയ്ത് അങ്ങനെ ഒന്നും ചോദിച്ചിട്ടോ അങ്ങനെ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. എൻ്റെ അമ്മയാണ് എപ്പോഴും ഇങ്ങനെ ചോദിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. അമ്മ എപ്പോഴും ഇങ്ങനെ ഓരോ പിള്ളേരെ കാണുമ്പോൾ പറയും എനിക്ക് ഇതുപോലെ ഒരു കൊച്ചിനെ എടുത്ത് കളിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ നിൻ്റെ എല്ലാ കാര്യവും നോക്കിക്കോളാം, നീ വർക്കിനൊക്കെ പോകുമ്പോഴും ഞാൻ കൊച്ചിനെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും അമ്മയാണ് പറയണത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കുഞ്ഞ് പ്രഗ്നൻസി സ്റ്റോറി എന്ന് പറയുന്നത്.
ചെയ്യുന്നത്. പിന്നെ ഒരു 3 മാസം വരെ അമ്മയുടെ അവിടെ ആയിരുന്നു കേട്ടോ, ഫുൾ അമ്മയുടെ അവിടെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 3 മാസം വരെ നമ്മൾ ആരുടെ അടുത്തും അങ്ങനെ പറഞ്ഞില്ല കേട്ടോ. 4 മാസം സ്റ്റാർട്ട് ആയപ്പോഴാണ് എല്ലാവരുടെ അടുത്തും പറഞ്ഞത്. പിന്നെ ഒരു 4.5 മാസം ആയപ്പോൾ തിരിച്ച് ഞാൻ വീട്ടിലോട്ട് വന്നു. കാരണം ഞാൻ ഇരിക്കുന്നിടത്ത് എനിക്ക് ആഹാരം കൊണ്ട് തരും, എനിക്കെല്ലാം ഞാൻ ഇരിക്കുന്നിടത്ത് കൊണ്ടുതരും കേട്ടോ. അപ്പോൾ ആ ഒരു ബെഡിൽ കിടക്കും, എണീക്കും, ഫോൺ നോക്കും, ഫുഡ് കഴിക്കും, ഇങ്ങനെ മാത്രമായിരുന്നു റൊട്ടീൻ. അപ്പോൾ ഇനി അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഒരു മടിച്ചാവും എനിക്ക് മനസ്സിലായി. കാരണം ഇനി വർക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ നമുക്ക് എണീറ്റ് പോകാനൊക്കെ ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള ജോലികളും എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. അപ്പം എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ അങ്ങനെ എൻഗേജ്ഡ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നൊരു 4.5 മാസമൊക്കെ ആയപ്പോൾ ഒരു 3 മാസം 2.5-3 മാസം വരെ ഛർദിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ നല്ല വീക്കായതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാത്തത്. പിന്നെ ഒരു 4 മാസമൊക്കെ ആയപ്പോൾ ഭാഗ്യത്തിന് ദൈവം സഹായിച്ച് അങ്ങനത്തെ വേറെ ഛർദിലും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നതിന് ശേഷം അത്യാവശ്യം നല്ല ആക്റ്റീവാണ്. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല, ഛർദിലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ കാര്യമാണ് കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചു എനിക്കിനിപ്പോൾ അവസാനം വരെ ഛർദിലൊക്കെ ഉണ്ടായിരിക്കുന്നത്, പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പ്രഗ്നൻസിയുടെ എന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ സിംറ്റംസ് ഒക്കെയാണ്. ചിലവർക്ക് ഫുൾ ഛർദിലുണ്ടായിരിക്കും, ചിലവർക്ക് ആദ്യം തൊട്ടേ ഒന്നും കാണൂല, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ എനിക്ക് ഭാഗ്യത്തിന് 3 മാസം വരെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം കുറച്ച് സുഖമായിരുന്നു. അങ്ങനെ നമ്മുടെ ചടങ്ങുകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിനോട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പോയിട്ടോ. ഗോപുവാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു തന്നത്. അപ്പോഴേക്കും മണി ഏകദേശം ഒരു 12:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പിള്ളേർ സെറ്റാണ് എല്ലാവരും വിളമ്പുന്നേക്ക്. അപ്പൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൂസ് ഇടയ്ക്ക് ഈ കാറ്ററിംഗ് ടീമായിട്ട് അടിയൊക്കെ ഉണ്ടാക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവനെ കൂട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയാണ് അവനെ സമാധാനിപ്പിച്ച് വിളിച്ചുകൊണ്ട് വന്നത്. പരിപാടി എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ സമയപ്പോഴാണ് കേട്ടോ നേഹ വന്നത്. പിന്നെ വന്ന ഉടനെ തന്നെ പാവം വിളമ്പാനൊക്കെ കയറി. പിന്നെ ഉണ്ണിക്ക് ആ ഹാഫ് സാരി ഇട്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല, കാരണം എല്ലാവരും നോർമൽ ഡ്രസ്സ് ഇട്ടേക്കുന്നതുകൊണ്ട് അവൾ ചെന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റിക്കൊണ്ട് വന്നു. ആദ്യത്തെ അല്ല ഇട്ടപ്പോൾ നമ്മളെയും കൂടി ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒട്ടും വിശക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം അരന്തൻ്റെ അച്ഛനും അമ്മയും പിന്നെ അമ്മൂമ്മമാരെയും കൂടി എടുത്ത് കഴിപ്പിച്ചതിന് ശേഷം 2ാമത്തെ ഇലയിലാണ് കേട്ടോ നമ്മളിരുന്നത്. ഉണ്ണിക്ക് വിശക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉണ്ണി വന്നിരുന്നു. ഉണ്ണിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, ഉണ്ണിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഉണ്ണിയും വന്നിരുന്ന് കഴിച്ചു. സദ്യ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു മാമിയുടെ ഒരു റിലേറ്റീവിൻ്റെ കാറ്ററിംഗ് ആണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി എണ്ണവും കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ, എല്ലാം നല്ല അടിപൊളിയായിരുന്നു. അറുതണ്ട് പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ പതിയെ ആസ്വദിച്ച് നല്ല അടിപൊളിയായിട്ട് കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോഴാണ് ദേ ചേച്ചി വന്നത്, പച്ച ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നേക്കാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞപ്പോൾ വന്ന് ദേ വിളമ്പാൻ നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ കുറച്ച് പേരുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കാനൊക്കെ പറ്റി. പിന്നെ എല്ലാവർക്കും ഫുഡ് കൊടുക്കാനും എല്ലാവരുടെ കാര്യങ്ങളും നോക്കാനൊക്കെ പറ്റി കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളവരൊക്കെ തന്നെയാണ് ഇതെല്ലാവരും. അതുകൊണ്ട് അങ്ങനെ ഒരു എന്താ പറയുക തിരക്കോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒരു ക്ഷീണവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് ചേട്ടനാണ് കേട്ടോ. ചേട്ടൻ്റെ കല്യാണത്തിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയും പ്രഗ്നൻ്റ് ആണ്. ചേച്ചിക്ക് ഇപ്പോൾ 5 months ആണ് കേട്ടോ. ഞാനും ചേച്ചിയും ഒരു വീക്കിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഏകദേശം ഒരേ മാസമാണ്. പിന്നെ എനിക്കറിയാവുന്ന ഒരുപാട് പേര് ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. എൻ്റെ ഒരു ഫ്രണ്ടും എനിക്കറിയാവുന്ന കുറേ പേരും പിന്നെ അച്ഛൻ്റെ അനിയത്തിയുടെ മോളും എല്ലാവരും ഒരുപാട് പേര് ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. അങ്ങനെ ലാസ്റ്റ് ഇരിക്കാനായിട്ട് പോണത് ഇതേ കാറ്ററിംഗ് ടീമാണ് കേട്ടോ. ഇത്രയും നേരം നല്ല രീതിക്ക് അവർ ജോലി ചെയ്ത്. സത്യം പറഞ്ഞാൽ ഉണ്ണി ഒരുപാട് ജോലി ചെയ്തു കേട്ടോ. ഇന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല, കാരണം ഉണ്ണി വിളമ്പി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത്. നോർമലി ഇങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല. അരന്തണ്ണ അതാണ് ഇങ്ങനെ അതിശയത്തോടെ പറഞ്ഞത്, അവളിങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന്. കാരണം നല്ല രീതിക്ക് പണിയെടുത്തു ഉണ്ണി. പിന്നെ ലാസ്റ്റ് നമ്മുടെ ചെറിയ ചെറിയ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ഏറ്റവും ലാസ്റ്റ് മതി എന്ന് പറഞ്ഞു. പിന്നെ അവരും ഫുഡ് കഴിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോഴായിരുന്നു 2-3 ഫ്രണ്ട്സ് വന്നത്. അവർ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടോ. പിന്നെ അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്കും വിളമ്പിയൊക്കെ കൊടുത്തു. ഇവർ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് തന്നെയാണ് കേട്ടോ വിളമ്പിയൊക്കെ കൊടുത്തത്. അച്ഛൻ ആരും തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിക്കാൻ നിന്നപ്പോൾ അച്ഛൻ പറഞ്ഞ് എല്ലാവരും കഴിച്ചിട്ട് അച്ഛൻ കഴിച്ചോളാന്ന്. പിന്നെ ലാസ്റ്റ് ഇതിലാണ് അച്ഛനും ഇരുന്നത്. അങ്ങനെ ഏകദേശം ഒരു 3:30 ഒക്കെ തന്നെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അപർണയ്ക്ക് ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ക്യാബ് വരാൻ സമയമായി. പിന്നെ അപർണയും ഗോപിക ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ പോയതിനു ശേഷം പലഹാരം അരന്തൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലഹാരങ്ങൾ നമ്മുടെ എല്ലാവർക്കും കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് നമ്മളെല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നു. നമ്മൾ ഓൾറെഡി ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്ര വീടുകൾക്കാണ് കൊടുക്കേണ്ടത്, എത്ര പേർക്കാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും ഓർത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ മറന്നുകൊണ്ട് എല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ പാക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ, അമ്മ, അമ്മുമ്മ, ഉണ്ണി എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ പാക്കൊക്കെ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.